പോപ്സ് ഡൗൺ ദി ഏജസ്, മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ. യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരിലൂടെ നീളുന്ന വിശുദ്ധ സഭയുടെ ചരിത്രത്തിലേക്ക് ഒരെത്തിനോട്ടം. പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭയുടെ പടനായകന്മാരെ ഓർത്തെടുക്കുവാനുള്ള ഒരു എളിയ സംരംഭമാണ് മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ, പോപ്സ് ഡൗൺ ദി ഏജസ്. ഏവർക്കും സ്വാഗതം. സഭയ്ക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളും പുറത്തുനിന്നുള്ള ക്രൂരമായ പീഡനങ്ങളും ഒരുപോലെ കൊടുമ്പിരിക്കൊണ്ടിരുന്ന സങ്കീർണമായ ഒരു കാലഘട്ടത്തിലായിരുന്നു വിശുദ്ധ സ്റ്റീഫൻ ഒന്നാമൻ മാർപ്പാപ്പ സഭയെ നയിച്ചിരുന്നത്. ജ്ഞാനസ്നാനത്തിന്റെ സാധുതയെ ചൊല്ലി സഭയിലെ പ്രമുഖനായ വിശുദ്ധ സിപ്രിയനുമായി അദ്ദേഹത്തിന് കടുത്ത ആശയപോരാട്ടം നടത്തേണ്ടി വന്നു. എങ്കിലും സഭയുടെ പാരമ്പര്യങ്ങളിലും ഐക്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാതെ ഉറച്ചു നിന്ന അദ്ദേഹം കൂദാശകളുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. വലേറിയൻ ചക്രവർത്തിയുടെ പീഡനകാലത്ത് സഭയെ ധീരമായി നയിക്കുകയും ഒടുവിൽ ബലിപീഠത്തിന് മുന്നിൽ വെച്ച് രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത വിട്ടുവീഴ്ചയില്ലാത്ത ഈ ഇടയന്റെ ജീവിതമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുന്നത്. AD 254 മെയ് മാസത്തിൽ ജോബിയസിന്റെ മകനായ സ്റ്റീഫൻ ഒന്നാമൻ മാർപ്പാപ്പയായി സ്ഥാനമേറ്റു. സഭയ്ക്കുള്ളിൽ നിന്നുള്ള ആശയപരമായ തർക്കങ്ങളും പുറമേ നിന്നുള്ള ക്രൂരമായ പീഡനങ്ങളും ഒരുപോലെ കൊടുമ്പിരിക്കൊണ്ടിരുന്ന സങ്കീർണമായ ഒരു കാലഘട്ടമായിരുന്നു അത്. നൊവേഷ്യൻ പിളർപ്പിനെ തുടർന്നുണ്ടായ മുറിവുകളിൽ നിന്നും സഭ അപ്പോഴും പൂർണ്ണമായി മുക്തമായിരുന്നില്ല. റോമൻ സാമ്രാജ്യത്തിന്റെ പീഡനങ്ങളുടെ നിഴൽ വീണ്ടും സഭയ്ക്കുമേൽ പതിക്കുവാൻ തുടങ്ങിയ സമയവുമായിരുന്നു ഇത്. റോമിലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ പരമാധികാരത്തിലും അപ്പസ്തോലിക പാരമ്പര്യങ്ങളുടെ സംരക്ഷണത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസമുള്ള നേതാവായിരുന്നു സ്റ്റീഫൻ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാന നടപടികളിലൊന്ന് ആരാധനാക്രമങ്ങളുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നതായിരുന്നു. പുരോഹിതന്മാർ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, കോൺസെക്രേറ്റഡ് വെസ്റ്റ്മെന്റ്സ്, ദൈനംദിന ജീവിതത്തിലോ മറ്റ് ലൗകിക കാര്യങ്ങൾക്കോ ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം കർശനമായി ഉത്തരവിട്ടു. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും സ്പർശിക്കുന്ന കൂദാശകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും വേറിട്ട് നിൽക്കണമെന്നും അവയ്ക്ക് പ്രത്യേക ആദരവ് നൽകണമെന്നും അദ്ദേഹം വിശ്വസിച്ചു. സ്റ്റീഫന്റെ ഭരണകാലത്തെ ഏറ്റവും സങ്കീർണമായ ഭാഗം കാർത്തേജിലെ ബിഷപ്പായിരുന്ന വിശുദ്ധ സിപ്രിയനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധമായിരുന്നു. ആദ്യകാലങ്ങളിൽ അവർ സഭയുടെ അച്ചടക്കം കാത്തു സൂക്ഷിക്കുന്നതിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. സ്പെയിനിൽ വലിയൊരു വിവാദം ഉയർന്നപ്പോൾ ഇരുവരും ഒരേ നിലപാടിലായിരുന്നു. സ്പെയിനിലെ ബിഷപ്പായിരുന്ന ബാസിലിഡസും മാർഷലും പീഡനകാലത്ത് യഥാർത്ഥത്തിൽ വിഗ്രഹങ്ങൾക്ക് ബലി അർപ്പിച്ചിരുന്നില്ലെങ്കിലും തങ്ങൾ അങ്ങനെ ചെയ്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന റോമൻ സർട്ടിഫിക്കറ്റായ ലീബെല്ലി പണം നൽകി വാങ്ങിയിരുന്നു. ഇത് ക്രിസ്തുവിനെ വഞ്ചിക്കുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. ഇവർക്കെതിരെ നടപടിയെടുക്കുവാൻ വിശുദ്ധ സിപ്രിയൻ മാർപ്പാപ്പയോട് അഭ്യർത്ഥിച്ചു. തന്റെ പരമാധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റീഫൻ ആ രണ്ട് ബിഷപ്പുമാരെയും സ്ഥാനത്ത് നിന്നും നീക്കി. സമാനമായ ഒരു പ്രതിസന്ധി ഫ്രാൻസിലെ അന്നത്തെ ഫ്രാൻസിലെ ആൾസിൽ ഉണ്ടായപ്പോഴും സ്റ്റീഫൻ ഇടപെട്ടു. അവിടുത്തെ ബിഷപ്പായിരുന്ന മാർസിയൻ നൊവേഷ്യൻ പാഷണ്ഡതയിൽ ചേരുകയും പശ്ചാത്തപിക്കുന്നവർക്ക് മരണക്കിടക്കയിൽ പോലും കുർബാന നിഷേധിക്കുകയും ചെയ്തിരുന്നു.
സിപ്രിയന്റെ അഭ്യർത്ഥന പ്രകാരം സ്റ്റീഫൻ മാർസിയനെയും സ്ഥാനത്ത് നിന്ന് നീക്കി. റോമിന്റെ അധികാരം ഇറ്റലിക്ക് പുറത്തേക്കും വ്യാപിച്ചു നിൽക്കുന്നു എന്ന് തെളിയിക്കുന്ന നടപടികളായിരുന്നു ഇവ. എന്നാൽ പുനർജ്ഞാനസ്നാനം അഥവാ റീബാപ്റ്റിസം കോൺട്രവേഴ്സി എന്ന വിഷയത്തിൽ ഇരുവരും തമ്മിലുള്ള സഖ്യം തകർന്നു. വിഘടിത ഗ്രൂപ്പുകളിൽ അഥവാ ഹെരറ്റിക്കൽ സെക്സിൽ നിന്നും സഭയിലേക്ക് മടങ്ങി വരുന്നവർക്ക് വീണ്ടും ജ്ഞാനസ്നാനം നൽകണോ എന്നതായിരുന്നു തർക്കം. സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല എന്നും അതിനാൽ വിഘടിതർ നൽകുന്ന ജ്ഞാനസ്നാനത്തിന് സാധുതയില്ലെന്നും സിപ്രിയൻ ശക്തമായി വാദിച്ചു. AD 255 256 അദ്ദേഹം വിളിച്ചുകൂട്ടിയ ആഫ്രിക്കൻ ബിഷപ്പുമാരുടെ സിനഡുകൾ ഈ വാദത്തെ പിന്തുണച്ചു. ഈ കാലഘട്ടത്തിലാണ് സഭാചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിലപാട് സ്റ്റീഫൻ സ്വീകരിച്ചത്. പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാൻ അദ്ദേഹം വിസമ്മതിച്ചു. സഭയുടെ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചു: കൈമാറിക്കിട്ടിയ പാരമ്പര്യങ്ങൾക്കപ്പുറം പുതിയ പരിഷ്കാരങ്ങളൊന്നും പാടില്ല. ത്രിത്വൈക നാമത്തിൽ ശരിയായ രീതിയിൽ നൽകപ്പെടുന്ന ജ്ഞാനസ്നാനം അത് നൽകുന്ന വ്യക്തിയുടെ വിശ്വാസ്യതയോ സ്വഭാവമോ നോക്കാതെ തന്നെ സാധുവാണെന്ന് അദ്ദേഹം വാദിച്ചു. കൂദാശയുടെ ഫലം ക്രിസ്തുവിൻ്റെ കൃപയാണെന്ന് ആശ്രയിച്ചിരിക്കുന്നത് എന്ന ഈ കണ്ടെത്തൽ സഭയെ പല കഷണങ്ങളായി പിളരുന്നതിൽ നിന്നും രക്ഷിച്ചു. ഈ തർക്കം രൂക്ഷമായതോടെ സിപ്രിയൻ വീണ്ടും സിനഡ് വിളിച്ചുകൂട്ടുകയും റോമിനെതിരെ വെല്ലുവിളി ഉയർത്തുകയും ചെയ്തു. സ്റ്റീഫൻ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ബിഷപ്പുമാരെ സഭയിൽ നിന്നും പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എങ്കിലും പീഡനങ്ങളുടെ പുതിയ തരംഗം റോമിലെത്തിയതോടെ സ്റ്റീഫൻ ഒന്നാമൻ മാർപ്പാപ്പ ക്ഷമയോടെ കാത്തിരിക്കുകയും സഭയിലെ ഐക്യം തകരാതെ സംരക്ഷിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് സ്റ്റീഫന്റെ റോമൻ സിദ്ധാന്തമാണ് സഭയുടെ സാർവത്രിക നിയമമായി മാറിയത്. നിഹിൽ ഇന്നൊവേത്തുർ നിസി ഖോദ് ത്രദീത്തും എസ്ത്. കൈമാറിക്കിട്ടിയ പാരമ്പര്യങ്ങൾക്കപ്പുറം പുതിയ പരിഷ്കാരങ്ങൾ ഒന്നും പാടില്ല. സ്റ്റീഫൻ ഒന്നാമൻ മാർപ്പാപ്പയുടെ ജീവിതം അവസാനിക്കുന്നത് വലേറിയൻ ചക്രവർത്തിയുടെ ക്രൂരമായ പീഡനകാലത്താണ്. ആദ്യം ക്രിസ്ത്യാനികളോട് അനുഭാവം കാണിച്ചിരുന്ന ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഉപദേശകനായ മാക്രിയാനസ് തെറ്റായ വഴിയിലേക്ക് നയിച്ചു. ചക്രവർത്തി 2 വിനാശകരമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. സഭയുടെ നേതാക്കളെയും സ്വത്തുക്കളെയും നശിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. AD 257 ഓഗസ്റ്റ് മാസത്തിൽ സ്റ്റീഫൻ ഒന്നാമൻ മാർപ്പാപ്പ രക്തസാക്ഷിയായി. അദ്ദേഹം നാടുകടത്തപ്പെട്ട് മരിച്ചതായും ചില രേഖകൾ പറയുന്നുണ്ടെങ്കിലും കല്ലറയ്ക്കുള്ളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കെ രക്തസാക്ഷിത്വം വരിച്ചുവെന്ന ചരിത്രമാണ് ജനങ്ങൾക്കിടയിൽ കൂടുതൽ വിശ്വസിക്കപ്പെടുന്നത്. സാൻ സെബസ്റ്റ്യാനോ കല്ലറയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കെ റോമൻ സൈനികർ അവിടെ ഇരച്ചു കയറി. അവിടെ നിന്നും ഓടിപ്പോകുവാൻ വിസമ്മതിച്ച സ്റ്റീഫൻ മാർപ്പാപ്പയെ തൻ്റെ പേപ്പൽ കസേരയിൽ ഇരിക്കെ തന്നെ അവർ വധിച്ചു. അദ്ദേഹത്തെ കലിസ്റ്റസ് സെമിത്തേരിയിൽ അടക്കം ചെയ്തു. 19-ാം നൂറ്റാണ്ടിലെ പുരാവസ്തു ഗവേഷണങ്ങൾ ഈ കല്ലറയ്ക്കുള്ളിൽ സ്റ്റീഫന്റെ സാന്നിധ്യവും അദ്ദേഹത്തോടുള്ള ഭക്തിയും ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. വെറും 3 വർഷം മാത്രമേ ഭരിച്ചുള്ളൂവെങ്കിലും കൂദാശകളുടെ ദൈവശാസ്ത്രത്തെയും റോമൻ സഭയുടെ പരമാധികാരത്തെയും സംരക്ഷിച്ച ധീരനായ ഇടയനായി വിശുദ്ധ സ്റ്റീഫൻ ഒന്നാമൻ മാർപ്പാപ്പ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു.